ഹലോ എവ്രി വൺ. ഇന്ന് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ചന ഭട്ടൂരയാണ്. ഈ ഭട്ടൂര ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ്. കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ വേവിക്കാനായിട്ട് വൃത്തിയിൽ കഴുകിയെടുത്ത് ഒരു പട്ട, കുറച്ച് ഫെനൽ സീഡ്സും, പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ ബ്ലാക്ക് ടീ ആണ്, ചൂടായിട്ടുള്ള ബ്ലാക്ക് ടീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 to 5 വിസിൽസ്. അപ്പോൾ അത് ഉപ്പും ആഡ് ചെയ്തു. അപ്പോൾ ബ്ലാക്ക് ടീയിലാണ് നമ്മുടെ ഈ കടല വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതാ ഭട്ടൂരയ്ക്ക് ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് നമ്മുടെ മൈദാ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ മൈദാ മാവാണ് കംപ്ലീറ്റ് എടുക്കുക. ഇതിപ്പോൾ ഗോതമ്പ് മാവിൽ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെയ്യ് ഞാൻ ഒരു 1 സ്പൂണും പിന്നെ ബാക്കി ബട്ടറാണ് ആഡ് ചെയ്തത്. പിന്നെ വേണ്ടത് ഷുഗർ, അതും ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് കുറച്ച് ഇത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതാണ് ആഡ് ചെയ്തത്. പിന്നെ ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തറവായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് വരണം. നമ്മൾ മൈദയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഗോതമ്പ് മാവിൽ ഒരു ഹെൽത്തി വേർഷൻ, അതിനാണ് ഗോതമ്പ് മാവിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാലിലാണ് കുഴയ്ക്കാൻ പോകുന്നത്, ഇളം ചൂട് പാൽ. അപ്പോൾ അതൊരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചന മസാല ഉണ്ടാക്കാനായിട്ട് ചീഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പട്ട, 2 ക്ലോവ്സ്, ഒരു കാടമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ആഡ് ചെയ്യേണ്ടത് ഒരു 1 ടീസ്പൂൺ ഫെനൽ സീഡ്സും 1 ടീസ്പൂൺ ജീരകവും. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. 1 വേണ്ട, ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് മതി. എന്നിട്ട് നന്നായിട്ടത് ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോഴത്തേനും കടല വെന്തിട്ടുണ്ട്. നമ്മുടെ കടല ഒരു 5 വിസിൽസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കടല അവിടെ റെഡിയാണ്. ഇനി ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതൊന്നും കൂടെ നല്ല ഫ്ലേവർ കിട്ടും. എനിക്കിപ്പോൾ അരയ്ക്കാനായിട്ടുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫൈനായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ബേ ലീഫ് ആദ്യമേ ആഡ് ചെയ്യണമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ആദ്യം പട്ടയൊക്കെ ഇടുന്ന സമയത്ത് ബേ ലീഫ് ആഡ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ നന്നായി വഴറ്റി. ഇതൊരു വലിയ തക്കാളിയായിരുന്നു. അപ്പോൾ ആ വലിയ തക്കാളി ഞാൻ എടുത്തു. ഇപ്പോൾ മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുത്തോളൂ. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ തക്കാളിക്കൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. കടലയിൽ നിന്ന് കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചെടുക്കാനായിട്ട്, നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ. ഇനിയിപ്പോൾ മസാല പൗഡർ, ഇപ്പോൾ 1/4 ടീസ്പൂൺ നമ്മുടെ ടേമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം നമുക്ക്. പിന്നെ ഒരു 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഗരം മസാല, അതൊരു 3/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്ക് വീണ്ടും ഈ മസാല പൗഡറിൻ്റെ പച്ച മണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ച മണയ്ക്ക് പോയ ശേഷം വേണം നമുക്കിപ്പോൾ കടല ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ വേവിച്ച് വെച്ച കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടലയുടെ കളർ തന്നെ കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറായാലോ. അത് മറ്റേ നമ്മൾ ടീയിലാണല്ലോ വേവിച്ചിരിക്കുന്നത്, ബ്ലാക്ക് ടീയിൽ. ഇതിപ്പോൾ അരച്ച് വെച്ച കടല അതിപ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കറി ഒന്ന് തിക്കാക്കുന്നത്. അപ്പോൾ കുറച്ച് മാറ്റിയിട്ട് ഞാനൊന്ന് അരച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ കറിയിലേക്ക് അരച്ച് വെച്ച കടലയും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഫൈനലി കൊറിയാൻഡർ ലീവ്സ് വെച്ച് ഗാർണിഷും ചെയ്യുകയാണ്. അപ്പോൾ നല്ല അസലായിട്ടുള്ള ചന മസാലയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്ലാക്ക് ടീയിലൊക്കെ വേവിച്ചിട്ട് നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചന മസാല റെഡിയായി. ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ മാവ് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. ഇനി നമുക്കിത് സ്മോൾ ബോൾസാക്കി പരത്തിയെടുക്കാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ആദ്യത്തെ 1-2 ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി വന്നു. പക്ഷേ അതിന് ശേഷമുള്ളതെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നു. നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണല്ലോ. ഫസ്റ്റും സെക്കൻഡും ഒന്ന് പൊങ്ങണോ വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം അങ്ങനെ നല്ല പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത്. എന്ന പോലെ തന്നെ നമ്മുടെ ഈ ബട്ടൂരയും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, 3ാമത്തെ മുതൽ നന്നായിട്ട് പൊങ്ങി വന്ന് തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളി ബട്ടൂര റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് മാവ് വെച്ചിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. പിന്നെ ചന മസാല രാത്രിത്തേക്കും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള ബട്ടൂരയും ചന മസാലയും നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.